വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 8 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു. തന്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ടു വരാൻ എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന മാനസിക നില. ഇന്നത്തെ സുവിശേഷ വിവരണങ്ങളിൽ നിന്ന് യേശു പത്രോസിന്റെ ഭവനത്തിൽ തന്നെ വന്ന് കാണാനെത്തിയ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നുവെന്ന് ന്യായമായി ഊഹിക്കാം. സമയം കഴിയുന്തോറും ജനങ്ങളുടെ ബാഹുല്യം നിയന്ത്രണാതീതമായി എന്ന ഒരു വിചാരം അനുവാചകരിൽ ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് സുവിശേഷത്തിന്റെ വിവരണം പോകുന്നത്. എന്തോ ചില ദുസ്സൂചനകൾ കിട്ടിയിട്ടാണോ എന്ന് പോലും തോന്നത്തക്ക വിധത്തിൽ യേശു കടലിന്റെ മറുകരയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ആ അവസരത്തിലാണ് ഒരു നിയമജ്ഞൻ യേശുവിനെ സമീപിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുന്നത്. അയാളെ ആഗമനം നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കാം യേശു അയാളുടെ ആവശ്യത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. യേശു പറയുന്നു, താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും എനിക്ക് തരാൻ കഴിയണമെന്നില്ല. ഞാൻ തലചായ്ക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത ഒരു പരദേശിയാണ്. എന്റേതായിട്ടുള്ള മൂല്യബോധം ഉൾക്കൊള്ളാൻ താങ്കൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ എന്ന രീതിയിൽ പ്രത്യുത്തരം നൽകിക്കൊണ്ട് ആ നിയമജ്ഞന്റെ ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന യേശുവിനെയാണ് നമ്മൾ അവിടെ കാണുക. തുടർന്ന് മറ്റൊരുവൻ യേശുവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ അങ്ങയെ സമീപിപ്പിക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ന്യായമായിട്ടുള്ള വ്യവസ്ഥയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. മരിച്ചുപോയ പിതാവിനെ സംസ്കരിച്ചിട്ട് വേണം അങ്ങയെ അനുഗമിക്കാൻ. യേശു ആ വ്യക്തിയോടും പറയുന്ന ഉത്തരം, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ തികഞ്ഞ ഒരുക്കവും ത്യാഗ മനസ്ഥിതിയും ഉണ്ടെങ്കിലേ അത് സാധ്യമാകുള്ളൂ എന്ന് ദ്യോതിപ്പിക്കുകയാണ്. എങ്കിലും രണ്ടാമത്തെ യുവാവിനോട് യേശു പറയുന്നു, നല്ല ബോധ്യവും മനസ്സുമുണ്ടെങ്കിൽ എന്നെ അനുഗമിക്കുക, മറ്റ് ആവശ്യങ്ങളൊക്കെ അത് മുറ പോലെ നിറവേറ്റപ്പെടും. യേശുവിനെ അനുഗമിക്കാൻ ഒരുങ്ങുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന അതായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ സൂചന. ആ മുൻഗണന വെച്ചുകൊണ്ട് തന്നെ അതിനായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും ചിന്തകളെ രൂപപ്പെടുത്താനും മനസ്സിനെ രൂപാന്തരപ്പെടുത്താനും ഒക്കെയുള്ള കടമകള് വ്യക്തികളെ ഓർമ്മിപ്പിക്കുകയാണ് യേശു. പലതരത്തിലുള്ള ത്യാഗങ്ങളും ആവശ്യപ്പെടുന്ന ഒരു ദൈവവിളിയാണ് തന്നെ അനുഗമിക്കുക എന്നുള്ളതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ വിവരണമായിട്ട് വേണം വിശുദ്ധ മത്തായിയുടെ ഇന്നത്തെ സുവിശേഷ അവതരണം